ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ദൈവവചനത്തിന് എവിടൊക്കെ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടോ, ദൈവവചനത്തെ അനുസരിപ്പാൻ ജനം തയ്യാറായോ, അവിടെയൊക്കെ ഒരു ആത്മീയ ഉണർവ്, ഒരു സ്പിരിച്വൽ റിവൈവൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ന്യായവിധി യോശിയ രാജാവിൻ്റെ കാലത്ത് സംഭവിക്കുകയില്ല. അത് ഹുൽദ പ്രവാചികയിലൂടെ ദൈവം അരുളി ചെയ്യുന്നു. അതിന് രണ്ട് കാരണങ്ങൾ നമ്മൾ കണ്ടു. ഒന്നാമതായിട്ട്, ദൈവവചനം കേട്ടപ്പോൾ യോശിയാവിൻ്റെ ഹൃദയം ആ വചനത്തോട് പ്രതികരിച്ച രീതി, ജോസായാസ് റെസ്പോൺസ് ടു ദ ലോർഡ്സ് വേർഡ്. രണ്ടാമതായി കണ്ടത്, ദൈവവചനം കേട്ടപ്പോൾ തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്തുകയും അനുതാപത്തിൻ്റെ ഒരു മനോഭാവം യോശിയാവിൽ നമ്മൾ കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ ഈ രണ്ട് പോയിന്റ്സിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യമായിട്ട് യോശിയ രാജാവ് ദൈവവചനത്തോട് പ്രതികരിച്ച രീതി. 2 രാജാക്കന്മാർ 22:11 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ന്യായപ്രമാണ പുസ്തകം യോശിയ രാജാവ് വായിച്ചു കേട്ടപ്പോൾ വളരെ കരഞ്ഞു, മാത്രമല്ല തൻ്റെ വസ്ത്രം അവിടെ കീറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹി ടോർ ഹിസ് ക്ലോത്ത്സ്. അത് മാത്രമല്ല, അവിടെ താൻ ഉടനെ അതിന് ആക്ഷൻ എടുക്കുന്നതായിട്ടും നമ്മൾ കാണുന്നു. ഹിൽക്യ പുരോഹിതനെയും മറ്റു ചിലരെയും വിളിച്ച് ഹുൽദ പ്രവാചികയുടെ അടുക്കൽ അയക്കുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഹുൽദ പ്രവാചികയിലൂടെ കേട്ട് അറിയുവാൻ ഉറച്ച് തീരുമാനിക്കുന്നു. അങ്ങനെ ഹുൽദ പ്രവാചികയിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് യോശിയാവിന് ലഭിക്കുകയാണ്. തൻ്റെ കാലത്ത് ഈ ന്യായവിധി നടക്കുകയില്ല, ന്യായപ്രമാണ പുസ്തകത്തിൽ പറയുന്ന ന്യായവിധി നടക്കുകയില്ല, തൻ്റെ കൺകൾ ആ ന്യായവിധി കാണുകയില്ല എന്ന്. പ്രിയ ദൈവജനമേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എ ഗാഡ് ഓഫ് കമ്പാഷൻ, എ ഗാഡ് ഓഫ് മേഴ്സി, ദീർഘക്ഷമയും മഹാദൈവവുമുള്ള നമ്മുടെ ദൈവം. യോശിയ രാജാവ് ദൈവവചനത്തിന് മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ, അനുതപിച്ചപ്പോൾ ദൈവം അവിടെ മനസ്സലിയുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ച കാര്യമാണ് നിനവെ പട്ടണത്തോട് ദൈവം മനസ്സലിഞ്ഞ കാര്യം. യോന പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നിനവെ പട്ടണത്തോട് അറിയിച്ചപ്പോൾ അവിടെ ജനം ഉപവസിക്കുകയും രട്ടുടുത്ത് അനുദപിക്കുകയും ചെയ്തു. യോന 3:7 നമുക്കത് വായിക്കുവാൻ കഴിയും. അവിടെ വലിയവനായ ദൈവം മനസ്സലിഞ്ഞ് ന്യായവിധിയിൽ നിന്ന് ഒരു നീക്കുപോക്ക് അവിടെ കൊടുക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലും ഇത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നാഥാൻ പ്രവാചകനിലൂടെ തൻ്റെ പാപത്തെക്കുറിച്ച് ദാവീദിന് ബോധ്യം വന്നപ്പോൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ താൻ അനുദപിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. സങ്കീർത്തനം 51 വായിക്കുമ്പോൾ ദാവീദിൻ്റെ അനുതാപ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് കാണാം. ഇനി പത്രോസിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്നാലോ. കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ യേശു കർത്താവ് തന്നെ ഒന്ന് നോക്കിയപ്പോൾ തൻ്റെ ഹൃദയം വളരെ വേദനിച്ചു. പത്രോസ് പുറത്തിറങ്ങി പൊട്ടി കരഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപത്തിൻ്റെ അവസ്ഥ ഉണ്ടാകാറുണ്ടോ? ദൈവവചനം എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് തന്നിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് പാപബോധ്യം വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് തിരുത്തുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കൃപാലുവും മനസ്സലിവും ദീർഘക്ഷമയുമുള്ള നമ്മുടെ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. അത് തീർച്ച. 2 പത്രോസ് 3:8 ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാവരും മാനസാന്തരപ്പെടണം എന്നാണ്. സക്കായിയുടെ ജീവിതം മറ്റൊരു ഉദാഹരണമാണ്. യേശു കർത്താവ് തന്നെ സന്ദർശിച്ചപ്പോൾ
അവിടെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മൾക്ക് കാണുവാൻ കഴിയും. പ്രിയ സഹോദരിമാരെ, ദൈവവചനത്തിനു മുൻപാകെ ഒരു അനുതാപത്തിൻ്റെ ഹൃദയം നമുക്കുണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത് നമ്മൾ കണ്ട പോയിന്റ്, യോശിയ രാജാവ് ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി. ഹി ഹംബിൾഡ് ഹിംസെൽഫ് ബിഫോർ ദ ലോർഡ്. അത് നമുക്ക് യോശിയാവിൻ്റെ പ്രവൃത്തിയിലൂടെ കാണുവാൻ കഴിയും. വസ്ത്രം കീറുകയും ദൈവസന്നിധിയിൽ വളരെ കരയുകയും ചെയ്ത ഒരു യോശിയ രാജാവിനെയാണ് നമ്മൾ കാണുന്നത്. യാക്കോബിന്റെ ലേഖനം 4:6 ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. 2 ദിനവൃത്താന്തം 7:11 ദൈവം പറയുന്നൊരു കാര്യം, നിന്നെ തന്നെ താഴ്ത്തിയാൽ ഞാൻ നിന്റെ പാപങ്ങളെ ക്ഷമിക്കും എന്നാണ്. പ്രിയ സഹോദരിമാരെ, താഴ്മയും സമർപ്പണവും നമ്മുടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന 2 ഗുണങ്ങളാണ്. ഹ്യൂമിലിറ്റി ആൻഡ് സബ്മിഷൻ. താഴ്മയുള്ളൊരു ഹൃദയം ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. യോശിയ രാജാവിൻ്റെ കാലത്ത് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായവിധി നടക്കാതെ പോയതിൻ്റെ 2 കാരണങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിച്ചു. റെസ്പോൺസീവ് ഹാർട്ട് ഓഫ് ജോസിയ ആൻഡ് ഹ്യൂമിലിറ്റി ഓഫ് ജോസായ. പ്രിയ ദൈവമക്കളെ, അനുതാപത്തിൻ്റെ ഒരു ഹൃദയം നമ്മൾക്കുണ്ടാകുവാനും മാത്രമല്ല ദൈവസന്നിധിയിൽ താഴ്മയുള്ളൊരു ഹൃദയം നമ്മൾക്കുണ്ടാകുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.